എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. അറിയേണ്ടതെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കുടക്കീഴിൽ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു വഴുതനങ്ങ ഫ്രൈയുടെ റെസിപ്പിയുമായാണ്. വഴുതനങ്ങ, കത്തിരിക്ക എന്നൊക്കെ അറിയപ്പെടുന്ന ഇത് രണ്ട് തരത്തിൽ കാണാറുണ്ട്. ഞാനിവിടെ വീട്ടിലുണ്ടായ നീളത്തിലുള്ള വഴുതനങ്ങയാണ് എടുക്കുന്നത്. വയലറ്റ് നിറത്തിലുള്ള ഉണ്ട വഴുതനങ്ങയാണെങ്കിലും ഫ്രൈ ചെയ്യാൻ സാധിക്കും. ഈ വഴുതനങ്ങ അത്ര വലുപ്പമായിട്ടില്ലെങ്കിലും ഫ്രൈ ചെയ്യാനായി ഞാനിതെടുത്തു. നീളത്തിലുള്ള കഷ്ണങ്ങളായാണ് അരിഞ്ഞത്. വഴുതനങ്ങയുടെ കറ പോകാനായി ഉപ്പുവെള്ളത്തിൽ കുറച്ച് സമയം മുക്കി വയ്ക്കാം. ഉണ്ടവഴുതനങ്ങയാണെങ്കിൽ വട്ടത്തിൽ അരിയുന്നതാണ് നല്ലത്. തീരെ കനം കുറച്ച് അരിയേണ്ട കാര്യമില്ല. നന്നായി കഴുകിയെടുത്ത വഴുതനങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ അരിപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി എല്ലായിടവും യോജിപ്പിക്കുക. വഴുതനങ്ങയിൽ വേഗം ഉപ്പ് പിടിക്കുന്നതിനാൽ കുറച്ച് ഉപ്പ് മതിയാകും. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ശേഷം ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വഴുതനങ്ങയുടെ ഓരോ പീസായി നിരത്തി വയ്ക്കുക. പാൻ അടച്ചു വയ്ക്കാം. ഫ്ലെയിം ലോ ആക്കുക. കുറച്ച് കഴിഞ്ഞ ശേഷം അടപ്പ് തുറന്ന് വഴുതനങ്ങ പീസുകൾ മറിച്ചിടാം. വഴുതനങ്ങ വേഗം വേവുന്നതിനാൽ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എണ്ണ പോരെന്ന് തോന്നിയാൽ ഒഴിച്ചു കൊടുക്കാം. മറുവശവും നന്നായി മൊരിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. വഴുതനങ്ങ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇങ്ങനെ ഫ്രൈ ചെയ്തു കൊടുത്താൽ ഇഷ്ടപ്പെടും. തീർച്ച. ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ.